ഹായ് ഓൾ, ഹെൽസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത് ഇന്നർവെയർ അല്ലേ, നമ്മളെ പ്രായമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് അതും നൈറ്റ് വെയർസിലാണെങ്കിലും വെറൈറ്റി കളക്ഷൻസാണ്. ഇപ്പം നോർമലി നമുക്ക് ഷോപ്പിൽ എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ളതല്ല. ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ബനിയനും പൈജാമയും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ നമ്മൾ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ട്രെൻഡി എന്നുള്ള രീതിയിലുള്ള ഒരു നൈറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചില മോഡൽസിൽ നമ്മൾ ഒരു 3X വരെ വെച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 2X വരെയും ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ആ ഒരു മോഡലിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇല്ലേ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അതിന് ഏതൊക്കെ സൈസുകൾ നമുക്ക് ഉണ്ടെന്നുള്ളതും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇടാൻ പോകുന്ന ഒരു മോഡലിൻ്റെ കളർ കോമ്പിനേഷനും ആ ഒരു മോഡലും ഞാൻ ഇടുന്നത് 2X അപ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം. 2X എടുക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു വണ്ണവും എൻ്റെ ഹൈറ്റൊക്കെ ഉള്ള ഹൈറ്റ് വരുമ്പം കുറച്ച് ലെങ്തി ആയിരിക്കും പാൻറ്റ്. അല്ലാതെ ഒന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം മീഡിയത്തിൽ എത്രയാണ് വരുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇതിന് ഇട്ടിട്ടുള്ള ഒരു വ്യൂ കണ്ടു നോക്കാവേ. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്ന് ഞാൻ ഇട്ടിട്ട് വരുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഞാൻ ഇട്ടേക്കുന്നത് 2XL സൈസാണ്. അപ്പോൾ എൻ്റെ വണ്ണവും അത്യാവശ്യം വയറൊക്കെ ഉള്ളവർക്ക് കുറച്ച് കംഫർട്ടബിൾ ഫിറ്റ് ആയിട്ട് ഇതുപോലെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 2XL സൈസ് ആയിരിക്കും കംഫർട്ടബിൾ കേട്ടോ. കൈക്ക് അത്യാവശ്യം കണ്ട നല്ല ലൂസുണ്ട്. പിന്നെ ഈ ഒരു ബനിയത്തിന്റെ സ്റ്റഫ് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ വരുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഓവർ ബെല്ലായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യത്തിന് ബെല്ലേ ഉള്ളൂ. ഞാൻ 2XL ഇട്ടതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇതൊരു കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഞാൻ എവിടെയും മടക്കി ഒന്നും വെച്ചിട്ടില്ല, കറക്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് വന്നിട്ട് ഒരു പൊടിക്ക് മേളിലോട്ട്, അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക, ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഇത്രയും നിൽക്കുള്ളൂ. എനിക്ക് ഇറക്കം ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 879 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മീഡിയത്തിൽ. അതേപോലെ തന്നെ എല്ലിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 919. അതേപോലെ XL ആണെങ്കിൽ 939. 2XL ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഇതുപോലെ ഉള്ള ഒരു റേറ്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് മീഡിയം, ഈ ഒരു പാറ്റേൺ മീഡിയം, ലാർജ്, XL അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ശരിക്കും പാൻറ്റിന്റെ ലെങ്ത് വരുമ്പം ഈ ഒരു ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും നല്ല ഒരു ശരിക്കൊരു ഇവിടെ വന്നൊരു കസ്റ്റമർ ഇട്ട് നോക്കിയപ്പം അത്യാവശ്യം പൊക്കമൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ഇട്ട് നോക്കിയപ്പം ശരിക്കും നമ്മുടെ അല്ലേ കണ്ണങ്കാലിന്റെ ആ ഒരു ഏരിയ വരയ്ക്കും ആ പാൻറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും ആ ഒരു പൊക്കത്തിലേ നിൽക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഇട്ടാലൊന്നും വൃത്തിയായിട്ട് ഫീൽ ചെയ്യത്തില്ല. അടുത്തത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒന്ന് പറയാം. ഈ ഒരു ഇതാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണേ കാണിക്കുന്നത്. ഇങ്ങനെ ഇതായിരിക്കും ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു ഇതിലാണേ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി എൻ്റെ സൈസിൽ ഇല്ല, 2XL ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ വരും കേട്ടോ. ഒരു ടീഷർട്ട് മോഡൽ നമുക്ക് വരുന്നതില്ലേ, ഇങ്ങനെ വരും ടീഷർട്ട്. ഇങ്ങനെയാണ് കേട്ടോ ടീഷർട്ടിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ ഒരു പാൻറ്റിൻ്റെ കോമ്പിനേഷൻ ഈ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ പ്രിൻസ് ആണ് കേട്ടോ. കണ്ടോ, കുറച്ച് റൈറ്റിങ്സും പ്രിൻസും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇല്ലേ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൺലൈൻ നമ്പറിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യത്തില്ലേ, അന്നേരം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടത് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇതൊരു മീഡിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയത്തിൻ്റെ ശരിക്കും ഈ ഒരു ബ്രാൻഡിൻ്റെ വരുമ്പോൾ ഇല്ലേ ലെങ്ത്ത് വന്നിട്ട് ചെസ്റ്റ് ലെങ്ത് ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം വലിക്കാതെ തന്നെ അപ്പം നിങ്ങൾക്ക് നോക്കും പറയാം, ദേ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറെക്കുറെ ഒരു 18 എന്ന് വേണമെങ്കിൽ പറയാം. നോക്കിയാൽ അറിയാം. കണ്ടോ, ഏറെക്കുറെ ഒരു കറക്റ്റായിട്ട് വയ്ക്കുകയാണെങ്കിൽ 18 എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, 18 ഉണ്ട്. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ വട്ടം നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇന്നർ ബ്രാ 36 യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു കംഫർട്ടബിൾ ആണ്. പിന്നെ
നമുക്ക് ഫ്രണ്ട് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം വയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളിന് വേണമെങ്കിൽ ലാർജ് സൈസ് എടുക്കാം. കറക്റ്റ് സൈസ് ഈ പറഞ്ഞ പോലെ മീഡിയം 36 ബ്രാ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കുന്നതിന് തെറ്റില്ല എന്ന് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തന്ന. അതിൻ്റെ നമ്മുടെ കയ്യിൽ ലാർജ് സൈസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ റേറ്റ് വരുന്നത് 919 ആണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്ന ലാർജ് സൈസ്. കളർ കോമ്പിനേഷൻസ് എല്ലാം ഇത് തന്നെ, നമുക്ക് സൈസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് എക്സൽ വരുന്നുണ്ട്. അപ്പം മീഡിയം ലാർജ് എക്സൽ ആണ് ഈ ഒരു കോമ്പിനേഷനിൽ നിൽക്കുന്നത്. അടുത്ത ഒരു കോമ്പിനേഷനിൽ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, നിങ്ങൾക്കപ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു കോമ്പിനേഷനാണ്. അതായത് മോഡൽ ഇട്ട കോമ്പിനേഷൻ നോക്കാനാണെങ്കിൽ ഇങ്ങനെ വരും, ഇതേപോലെ. കാരണം ഇതിൻ്റെയും നമുക്ക് 2X ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത്. ഇങ്ങനെയാണേ. അപ്പം അതിൻ്റെ ഒരു പാൻറ്റിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പാൻസിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഒരു നൈറ്റ് വെയറിൽ തന്നെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നല്ലൊരു സ്റ്റൈലിൽ നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് എടുത്ത് നമുക്കൊന്ന് പോകണമെങ്കിലും, ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ പോകേണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിലും നടത്തണമെങ്കിലും നമുക്കിത് നൈറ്റ് വെയർ ആയിട്ട് ഫീൽ ചെയ്യത്തുമില്ല. എന്നാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പാൻസ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ലാർജ് ഇരിപ്പുണ്ട്, എക്സൽ ഇരിപ്പുണ്ട്. 2Xലും 3Xലും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. റേറ്റ് വരുന്ന 979 1119 അങ്ങനെ ആ ഒരു റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. പാൻസിൻ്റെ പ്രിൻസ് അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ്റെ ഞാൻ 2XL നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു 2XL സൈസിലുള്ളത് ഞാൻ ഇട്ടിട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഓവർവ്യൂ വരുന്നത്. ഇത് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നു, പാൻസിന് നമുക്ക് ഇത്ര ഇറക്കം വരാറില്ല. ഞാൻ ഈ 2XL ഇട്ടുകൊണ്ടാണ് ഇറക്കം വരുന്നത്. നമുക്ക് എപ്പോഴും കണ്ണങ്കാലിൻ്റെ അത്രയാണ് ഒരു ഇറക്കം നിൽക്കുന്നത്. എന്നാൽ വൃത്തികേടായിട്ടുള്ള ഒരു ഇറക്കമൊന്നും അല്ല. അതേപോലെ തന്നെ ടീഷർട്ടിൻ്റെ ലൂസും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ലൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഇടുന്നതിൽ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് എൻ്റെ സൽവാറിൻ്റെ പാൻസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇവിടെയൊക്കെ കുറച്ച് ലൂസ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ലാർജ് എക്സൽ 2XL ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു 3 സൈസിലാണ് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 979 ആണ്. ലാർജിൻ്റെ പ്രൈസ് വരുന്നത്. എക്സലിൻ്റെ പ്രൈസ് വരുന്നത് 1919 ആണ് കേട്ടോ. എക്സലിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്ത ഒരു കളർ കോമ്പിനേഷൻ കാണിക്കുന്നത് ഈ ഒരു കോമ്പിനേഷനാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇതിനകത്ത് കണ്ടിരുന്നത് കണ്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിടുമ്പം ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഇടുമ്പോൾ ഉള്ളൊരു വ്യൂ വരുന്നത്. ഇങ്ങനെയാണ് അത് വരിക. ഇങ്ങനെ വരും. നമുക്ക് പാൻസും കാര്യങ്ങളും അറിയുന്നതാണ് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. പ്രിൻ്റ് ഇടുമ്പോൾ ഇങ്ങനെയാണ് ഭയങ്കര കംഫർട്ടബിൾ. ഇപ്പം റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റേറ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് കേട്ടോ റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് നൈറ്റ് വേഴ്സ്, ഇത് വെറൈറ്റി ആയിക്കോട്ടെ അല്ലാതെ എടുത്ത നൈറ്റ് വേഴ്സിൻ്റെ ആയിക്കോട്ടെ, ക്വാളിറ്റി വൈസ് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ ക്വാളിറ്റി നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഉത്തരവാദിത്വം എടുക്കുന്നവരാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ കംപ്ലയിൻറ്റ്സോ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടി റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിതിൻ 2-3 ഡേയ്സിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആണ് അതിന് ആ പ്രോഡക്റ്റിൻ്റെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഉറപ്പുള്ളവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ സൈസ് വരുന്ന ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്, 2XL ഞാൻ ഇട്ടിരിക്കുന്നത് 3XL ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 979. 2XL വരുമ്പോൾ 1019, 3XL വരുമ്പോൾ 1089. 2XLകത്ത് റേറ്റ് ഒരു 1000+ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതാണ് നമുക്ക് റേറ്റും കാര്യങ്ങളും ഒരു പ്രോഡക്റ്റ് വ്യൂ ഒക്കെ വരുമ്പോൾ
വരുന്നത്. അടുത്തത് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെയാണ് ഞാൻ അടുത്തത് ഇട്ട് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു വ്യൂ വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഇതിന്റെ നമുക്കൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ ഇട്ടത് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ വെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബോട്ടായാലും ടീഷർട്ട് ആയാലും. പിന്നെ ഇതിന്റെ സൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം സൈസസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിന് മീഡിയം തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് മീഡിയത്തിൽ വരുന്നത് 969. എല്ലാം മീഡിയത്തിൻ്റെയും ഏറെക്കുറെ ആ ഒരു പ്രൈസ് റേഞ്ച് ആട്ടോ തന്നെ. ലാർജ് വരുമ്പം കാണാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് 979. എക്സൽ വരുമ്പം 1019. എക്സൽ തൊട്ടിട്ട് 2XL 3XL ഒക്കെ വരുമ്പോൾ ഒരു 1000+ റേഞ്ചിലാട്ടോ ഇത് വരുന്നത്. ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിന് ഒരു മെറ്റീരിയൽ ഞാൻ കൊടുക്കുന്ന വാല്യൂന് വർത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നൈറ്റ് വേഴ്സിൻ്റെ കളക്ഷൻസ് ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജൂലൈ ആയതുകൊണ്ട് നമ്മുടെ ഓഫർ വീഡിയോ ആണെന്ന് പറഞ്ഞിരുന്നു. ഓഫർ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരുന്നത് അതിനകത്ത്. അപ്പോൾ അത് ഈ മാസവും നമ്മളത് ഫുൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് വരുമ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷം ആകുവാണ്. ആ 2 വർഷം കൊണ്ട് എനിക്ക് 42 പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയി. അത് ആയത് എൻ്റെ മിടുക്കല്ല, എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് മാത്രമാണ് അത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എനിക്കത് കയറി വരാൻ പറ്റുള്ളായിരുന്നു. നിങ്ങളുടെ മാത്രം കൊണ്ട് കഴിവ് കൊണ്ട് ഞാൻ എത്തി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഇപ്പം. അപ്പം തന്ന എല്ലാത്തിനും എന്താ പറയുക, എനിക്ക് അത്രയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും. വീണ്ടും മുന്നോട്ട് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോന്നിൻ്റെ പ്രോഡക്റ്റിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും, കാരണം ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേർക്ക് ഓരോരോ ഇതുണ്ടാവും. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും പറയുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആണ് നമുക്ക്. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് ആണെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ആണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.